الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, സർവശക്തനും സർവ്വലോകരക്ഷിതാവും സർവ്വപരിപാലകനുമായ നമ്മെ യഥാസമയം കൃത്യസമയം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടൊന്നു പോലെ ഉണർത്തുകയാണ്. ഫുർഖാൻ സൂറയിലെ വളരെ ശ്രദ്ധാർഹമായ ഒരു ഒന്നിരണ്ടായത്തുകളാണ് ഒതുക്കൽപ്പിച്ചത്. വിശ്വാസികളായി ഞാൻ നിങ്ങൾ മനസ്സിലെത്തേണ്ട ഒന്നിരണ്ടായത്തുകൾ. ഈ ആയത്തിൽ ഒതുങ്ങിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് അല്പം ചില കാര്യങ്ങൾ ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്ന. നല്ല മനസ്സോടെ, നല്ല പ്രാർത്ഥനയോടെ, ഉണർവോടെ, ഉന്മേഷത്തോടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ കേൾക്കാൻ, ഉൾക്കൊള്ളാൻ, മനസ്സിലെത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ നമുക്ക് ഒരു അല്പകാലമാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അവസരം. കുറച്ചു കാലേ ഉള്ളൂ ഈ ലോകത്ത്. ആ കാലയളവിനുള്ളിൽ സിത്താവിന്റെ വിധിവിലക്കുകൾ മാനിക്കുന്നവർക്കേ രക്ഷയുള്ളൂ. ഇഹോം വനോ ഹൈറായിത്തീരണമെങ്കിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണം. ഒത്തോണം ജീവിക്കാൻ, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാം, തോന്നി പോലെ സഞ്ചരിക്കാം. അവരെ പറ്റിയ തോന്നിവാസികൾ എന്ന് പറയാറ്. ഉലായിക്കഹുമുൽ ഫാസിഖൂൻ എന്നൊരു പ്രയോഗം കൂടാറുണ്ട്. ഒരു തോന്നിവാസികളാണ്, തോന്നിയനുസരിച്ച് സഞ്ചരിക്കുന്നവർ. എന്നാൽ വിശ്വാസികളെ, എനിക്കും നിങ്ങൾക്കും തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? മരണത്തോടെയാണ് ജീവിതത്തിന്റെ സമാരംഭം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ജുമാക്കുണ്ടായിരുന്ന ബഹുമാന ഒരു സഹോദരൻ ഇന്ന് കബറിലാണ്. 2-3 ആഴ്ച മുമ്പ് നമ്മൾ പള്ളിയിൽ ഉണ്ടായിരുന്ന ഒരു ബഹുമാന സഹോദരൻ കബറിലാണ്. ഈ പ്രദേശത്തുകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി 4 മരണങ്ങൾ നമ്മെ ചിന്തിപ്പിക്കണം. അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവിടെ എല്ലാവരുടെയും ഖബറിനെ റഹ്മാനായ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വിശ്വാസികളെ, പള്ളിക്കാട്ടിൽ ചെന്ന് ഖബർസ്ഥാനിൽ ചെന്ന് മയ്യിത്ത് ഖബറിൽ വെച്ച് തസ്ബീഹ് ചൊല്ലി തിരിച്ചു വരുമ്പോ നമ്മൾ പറയുന്ന വാക്കെന്താ? അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ. അല്ലെങ്കിൽ ചെല്ലുമ്പോ ഞാനും നിങ്ങൾ ചെല്ലാറുണ്ട്. ഖബർസ്ഥാനിൽ ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും യാ ദാറൽ ഖൗമിൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അള്ളാന്റെ രക്ഷകബറാളികളെ നിങ്ങൾക്കുണ്ടാകട്ടെ. അള്ളാന്റെ വേണ്ടുകയുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് നമ്മൾ വന്ന് കിടക്കും. വിശ്വാസികളെ, കഴിഞ്ഞ ദിവസം തസ്ബീഹത്തിന് വേണ്ടി ഖബറടക്കാൻ വേണ്ടി ഖബർസ്ഥാനിൽ ചെന്നപ്പോ പ്രിയപ്പെട്ടവരെ, ബഹുമാനായ അബ്ദുസ്സലാം സാഹിബിന്റെ ജനാസ ഇറക്കിയപ്പോ തൊട്ടടുത്ത് 2-3 ഖബറുണ്ട്. 1-2 ആളുകൾ ഇങ്ങനെ പറയേണ്ടത്, ഇനി ആരായിരിക്കോ എന്നറിയില്ലല്ലോ എന്നൊരു വല്ലാത്തൊരു വാക്കാ. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത് 2 ഖബർ കുത്തിവെച്ചിട്ടുണ്ട്. ഈ തസ്ബീഹ് ചെല്ലാൻ കടന്നു വന്ന നൂറുകണക്കിന് ആളുകളിൽ ആരുമാകാമല്ലോ പ്രിയപ്പെട്ടവരെ ആ സ്ഥാനത്ത്. ആർക്കറിയാം നമ്മുടെ കാര്യം? ഒന്നും നമ്മുടെ കൈകളിലില്ല. നമ്മളിങ്ങനെ പാവ പോലെ മുന്നോട്ട് പോകുന്നു. പടച്ചുറപ്പിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നേരം എടുത്ത് വൈകുന്നേരമാകും. അതുകൊണ്ടാണല്ലോ ഞാനും നിങ്ങളും അല്ലാഹുമ്മ ബിക അസ്ബഹനാ വബിക അംസൈനാ വബിക നഹ്യാ വബിക നമൂത്ത്. അല്ലാഹ് നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എനിക്ക് സുബഹിയാകാൻ പറ്റും. രാത്രി സുഖസുന്ദരമായി കടന്നുറങ്ങുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും
നേരം വെളുക്കുമോ എന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ 2 മണിക്കൊരു ജനാസ, എന്റെ ഏറ്റവും അടുത്തറിയുന്ന ഒരു സഹോദരന്റെ ബന്ധുവാണ്. രാത്രി സുഖസുന്ദരമായി കിടന്നുറങ്ങിയ സഹോദരൻ, നല്ല ആരോഗ്യമുള്ള ആഫിയത്തുള്ളൊരു സഹോദരൻ, നെഞ്ചുവേദന വരുന്ന പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ആ ബഹുമാന സഹോദരൻ മരണപ്പെടുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ. അല്ലാഹുമ്മ ബിക അസ്ബഹനാ എന്ന് പറയുന്ന വാക്ക് എത്ര അർത്ഥ താല്പര്യമുള്ള വാക്കാ. അല്ലാഹ് നിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എനിക്ക് പ്രഭാതത്തിലെത്താൻ പറ്റും, നിന്റെ തൗഫീഖല്ലേ എന്റെ ജീവിതം അവസാനിക്കും എന്നതല്ലേ ആ വാക്കിന്റെ പൊരുൾ. എന്തേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കാത്തോ? എന്തൊക്കെ കണ്ടാലും കൊണ്ടറിയാത്തൊരവസ്ഥ നമ്മളിലുണ്ടോ? നിസ്കാരത്തെ ശ്രദ്ധയില്ലാത്തവരില്ലേ ഭൂരിഭാഗം ആളുകളും. നമസ്കാര വിശ്വാസികളെ, ജനാസ കബറടക്കി ഖബർസ്ഥാനിൽ നിന്ന് തിരികെ വരുമ്പോ, ളുഹ്ർ സല നടക്കുമ്പോ ആ പള്ളിയിൽ കയറാത്ത എത്ര ബഹുമാന സഹോദരന്മാർ. അപ്പോഴെങ്കിലും ഒന്നും കാരണം ഒരു മയ്യത്ത് കബറടക്കി നല്ല ആരോഗ്യമുള്ള ഒരു ബഹുമാന സഹോദരൻ മരണപ്പെട്ട് ആ സുഹൃത്തിന് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന തസ്ബീഹ് ധാരാളം തവണ ചൊല്ലി സുഹൃത്തെ നമ്മൾ ഇങ്ങനെ തിരികെ വരുമ്പോ പള്ളിയിൽ അതാ ജമാഅത്ത് നടക്കുന്നു. ആ ജമാഅത്തിലൊന്നും ഞാൻ ഭാഗവാക്കാകണമല്ലോ. തൊട്ടടുത്ത വക്തിൽ എന്റെ മയ്യത്തായിരിക്കുമല്ലോ ഖബറിൽ കൊണ്ടുപോയി വെക്കുക. എന്തേ സുഹൃത്തെ ഞാൻ നിങ്ങളും ആലോചിക്കാത്തത്? എന്തേ ഈ മരണങ്ങൾ നമ്മെ ചിന്തിപ്പിക്കാത്തത്? ജീവിതത്തിൽ ചിട്ടവരുത്താൻ, നന്മയിലൊന്ന് മുന്നോട്ട് പോകാൻ, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പിറകോട്ട് മാറാൻ എന്തേ സുഹൃത്തുക്കളെ ഇതൊന്നും നമുക്ക് മെസ്സേജ് ആവാത്തത്? മയ്യത്ത് കബറടക്കി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയ അർക്കദിൽ നിന്ന് ജന്നത്തുൽ ബഖി എന്നും പറയാറുണ്ട്. അതിൽ നിന്ന് കബറടക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മയ്യത്ത് കബറടക്കി ഖബർസ്ഥാൻ ഇങ്ങനെ പുറത്തു പോരുമ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തോളിൽ കൈവച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇറങ്ങി വരുന്നത്. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറയാ, ഉമറേ കഫാ ബിമൗതിക വാഇദൻ യാ ഉമർ, നമ്മൾ ഈ അടക്കം ചെയ്ത ഖബറിലെ ഈ മയ്യത്തില്ലേ നമുക്കൊരു ഉപദേശകനാകണമെന്ന് പറഞ്ഞുവെങ്കിൽ ഒരു വല്ലാത്ത വാക്കാണ്. എന്താ അർത്ഥം? ഇത് നമുക്കൊരു ഉപദേശകനാകണം. ഒരു അരമണിക്കൂർ വഴുത് കേൾക്കുന്നതിനേക്കാളും സുഹൃത്തെ ഒരു ജനാസയിൽ ആദ്യം നമ്മൾ ഇടപെട്ടാൽ മതി. എന്തേ നമുക്ക് തിരിച്ചറിവില്ലാത്തത്? എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ എനിക്കും നിങ്ങൾക്കും, എന്തൊക്കെ സുഖങ്ങളിലാണോ ഞാൻ നിങ്ങളുമെങ്കിലും സുഹൃത്തെ 2-3 കഷ്ണം തുണിയിലേക്ക് മാറേണ്ടവരല്ലേ നമ്മൾ? എന്തേ ഗൗരവം നമുക്കില്ലാത്തത്? മരണത്തിന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നുവെങ്കിൽ നിസ്കരിക്കേണ്ട നിങ്ങൾ ജുമഅക്ക് പള്ളിയിൽ വരണ്ട, ഖുർആൻ എടുത്ത് ഓതണ്ട, ഹലാലും ഹറാമും നോക്കണ്ട, എങ്ങനെയെങ്കിലും നമുക്ക് ജീവിച്ചു മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ മരണം യാഥാർത്ഥ്യമാണല്ലോ സുഹൃത്തെ. എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? എവിടെ വെച്ച് മരിക്കുമെന്ന് ആർക്ക് പറയാൻ പറ്റും? സുഹൃത്തെ, എന്തൊക്കെ നമ്മൾ സംവിധാനങ്ങൾ ജീവിക്കുന്നവനാണെങ്കിലും നമ്മെ പുറത്തിറക്കില്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, മരണത്തെ പറ്റി. പിന്നുള്ള സ്റ്റെപ്പ് ആലോചിച്ച് നോക്കാൻ. മരണ റൂഹ് പിരിഞ്ഞാൽ എല്ലാരും വേഗത്തിൽ കുളിപ്പിക്കലും വേഗത്തിൽ, കഫൻ ചെയ്യലും വേഗത്തിൽ, മയ്യത്ത് കൊണ്ടുപോകലും വേഗത്തിൽ. സുഹൃത്തെ, നമ്മളെ യഥാർത്ഥ ലോകത്തേക്ക് നമ്മൾ വഴിമാറ്റുകയാണ്. സകലതിനോടും നമ്മൾ യാത്ര പറയുന്നു, സകല സുഖങ്ങളോടും നമ്മൾ യാത്ര പറയുന്നു. ആ മരണത്തെ പറ്റി അക്സിറോ ഹാദിഹിമുൽ ലസാത്ത്. വിശ്വാസികളെ, നമ്മൾ സജീവമായ ചിന്തയുണ്ടാകണം. രക്ഷപ്പെടാൻ സാധ്യമല്ല. കൊല്ലിന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു. എടോ, നീ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമില്ലേ, കൊതറിച്ചാടാൻ ശ്രമിക്കുന്ന മരണമില്ലേ, അത് നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. ഫഇന്നഹു മുലാഖീകും, അത് നിന്നെ പിടികൂടും. എന്നിട്ടോ സമ്മത്തുറത്തൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അതാ പ്രശ്നം. ദൃശ്യാദൃശ്യങ്ങൾ അറിയുന്ന റബ്ബിങ്കലേക്ക്, നമ്മുടെ സകല രഹസ്യങ്ങളിൽ ചികഞ്ഞു നോക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതാ പ്രശ്നം. സുഹൃത്തുക്കളെ, പ്രശ്നം അതാണ്. എല്ലാം അവിടെ വിലയിരുത്തപ്പെടുക, ചികഞ്ഞു നോക്കുകയാണ്. അങ്ങനത്തെ ഒരു ലോകത്തേക്ക് ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്തൊക്കെ നീ ചെയ്തു കൃത്യമായി അവിടെ വിശകലന വിധേയമാകും. സുഹൃത്തെ, ഖബറാണ് ജീവിതത്തിന്റെ തുടക്കം. ജീവിതത്തിന്റെ യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കം ഖബറാണ്. അവിടെ മുതൽ സുഖം കിട്ടണോ? ജീവിതത്തിൽ ശ്രദ്ധ പുലർത്തണം. കഴിഞ്ഞ ആഴ്ചയുടെ മീതെ ആഴ്ച ഞാൻ ഓതിക്കേൽപ്പിച്ച രായത്തെന്താ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാർ. വിശ്വാസികളെ, നമ്മൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാകണം. പിശാചിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരാകരുത്.
ദുനിയാവിന്റെ പിറകിൽ സഞ്ചരിക്കുന്നവരാകരുതേ. തന്നിഷ്ടത്തിനനുസരിച്ചുകൊണ്ട് സഞ്ചരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഇഷ്ടം അല്ലാഹുവിന്റെ ഇഷ്ടമാകണം, നമ്മുടെ താല്പര്യം അല്ലാഹുവിന്റെ താല്പര്യമാകണം. എന്റെ റബ്ബിനോട് കൽപ്പിച്ചതിനനുസരിക്കും. എനിക്ക് അനുഗ്രഹം നൽകി, കോടാനുകോടി അനുഗ്രഹം നൽകി ലോകത്തേക്ക് എന്റെ റബ്ബെന്നെ പറഞ്ഞു വിട്ടതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താ സുഹൃത്തേ? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ഇന്നൊരു വെള്ളിയല്ലേ പ്രിയപ്പെട്ടവരെ? എത്ര ആളുകൾ ഇന്ന് വെള്ളിയുടെ സുന്നത്തെടുത്തു? സുബഹി ജമാഅത്തിന് എത്ര ആളുകൾക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചു? അദ്കാർ ചൊല്ലിയോ പ്രിയപ്പെട്ടവരെ? കഹ്ഫ് സൂറത്ത് ഓതിയോ പ്രിയപ്പെട്ടവരെ? ജുമുഅക്ക് കഴിവതും നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ നേരത്തെ വരാൻ ശ്രദ്ധിച്ചോ? ആലോചിച്ചോളി. കഴിഞ്ഞ ആഴ്ച നമ്മളെ കൂടുള്ള ആള് ഖബറിലാണെന്ന് പറയുമ്പോ ഈ സംസാരിക്കുന്ന ഞാനോ, ഈ സംസാരം കേൾക്കണ നിങ്ങളോ സുഹൃത്തെ നാളെ ഖബറിലാകാം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗ്യാരണ്ടി. അതുകൊണ്ടൊന്ന് ജീവിതത്തിൽ ചേഞ്ചിന് നമ്മൾ ഒരുക്കമാക്കണം. അള്ളാഹിന്റെ പ്രിയപ്പെട്ട ദാസന്മാരാകണം. അതാണ് ഏറ്റവും പ്രധാനം. അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അല്ലേ ആ കൂട്ടത്തിൽ പെടാൻ പറ്റുക എന്തൊരു വലിയ ഭാഗ്യമാണ്. അതാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കുന്നത്. ആരെന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും, ആരെന്നെ വെറുത്താലും, ആരെന്നെ അകറ്റിയാലും എന്റെ റബ്ബെന്നെ ഇഷ്ടപ്പെടണം. അവന്റെ തൃപ്തി എനിക്ക് ലഭിക്കണം. അവന്റെ നിത്യവാസത്തിന്റെ സ്വർഗം ഒരുക്കിയത് എനിക്ക് ലഭിക്കണം. അതിനുവേണ്ട അമൽ സ്വാലിഹാത്തുകൾ നമ്മൾ ചെയ്യണം. ഞാൻ ഓതിക്കൽപ്പിച്ച ആയത്തെന്താണ്? പരമകാരുണികന്റെ മഹനീയ ഗുണങ്ങളിൽ ഒന്നാമത്തെ ഒരു ഗുണം. കഴിഞ്ഞൊരാഴ്ച ഞാൻ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ ഭൂമിയിലൂടെ താഴ്മയോടെ നടക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞു. താഴ്മ പോലെ ജീവിതത്തിന്റെ വിനയം. ഈ ഇരിക്കണ ഞാനും നിങ്ങളും വിനയാന്വിതനാകണം പ്രിയപ്പെട്ടത്. അഹങ്കരിക്കല്ലേ നമ്മൾ, കിബർ നടിക്കല്ലേ നമ്മൾ. സമ്പത്ത് ചിലപ്പോൾ മറ്റൊരുത്തനേക്കാളും നമുക്കുണ്ടാകാം, സ്ഥാനമാനങ്ങൾ മറ്റൊരുത്തനേക്കാളും നമുക്കുണ്ടാകാം, അറിവ് മറ്റൊരുത്തനേക്കാളും നമുക്കുണ്ടാകാം. സുഹൃത്തെ, എന്തിന്റെ പേരിൽ അഹങ്കരിക്കും? അഹങ്കരിക്കാൻ എന്താണ് നമ്മുടെ കൈകളിലുള്ളത്? എല്ലാം റബ്ബല്ലേ നമുക്ക് നൽകിയത്. അവന്റെ അനുഗ്രഹത്തിന്റെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നവൻ അവനാണ്. ആ റബ്ബിനെ നമ്മൾ ഭയന്ന് ജീവിക്കണം. അള്ളാന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ രണ്ടാമത്തെ ഗുണം അവർ രാത്രി നിസ്കരിക്കുന്നവരാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, 5 നേരം നിസ്കരിക്കുന്നവരല്ലേ ഞാനും നിങ്ങളും? വല്ലവരും 5 നേരം നിസ്കരിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, രാത്രി നിസ്കാരത്തെ പറ്റി പറയുന്നതിൽ അർത്ഥമില്ല. 5 നേരം നിസ്കരിക്കണം. ഒരു മുസ്ലിമിനെ തിരിച്ചറിയുന്ന അടയാളം 5 നേരത്തെ നമസ്കാരമാണ്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. പ്രിയപ്പെട്ട എന്റെ മക്കൾ, എന്റെ സ്കൂളിൽ നിന്ന് വരുന്ന മക്കളോട് ഞാൻ പറയട്ടെ, 5 നേരം നമസ്കരിക്കണം. സ്കൂളില് നമസ്കരിക്കാൻ പുറത്തുവിടാൻ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ അവർക്ക് പുറത്ത് ലോഹർ നിസ്കരിക്കാൻ പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണം. എന്തുകൊണ്ടാ? സ്കൂളിന്റെ നിയമമാണ്. അല്ലെങ്കിൽ ആ സമയത്ത് കുട്ടികൾ കുത്തഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് സ്കൂളിൽ നിയമം വെച്ചു, പെർമിഷൻ കിട്ടണം. പെർമിഷൻ വാങ്ങണം. ആരാ പെർമിഷൻ? വാപ്പ, എമ്മ അല്ലെങ്കിൽ രക്ഷിതാക്കൾ വന്നിട്ട് എന്റെ കുട്ടിയെ ലോഹർക്ക് പള്ളിയിലേക്ക് വിടണം എന്നൊരു പെർമിഷൻ ക്ലാസ് അധ്യാപകനോട് പറയണം. എന്നാ പ്രിയപ്പെട്ടവരെ, ഒരു 75% രക്ഷിതാക്കളും ആ പെർമിഷന് വേണ്ടി സ്കൂളിലേക്ക് വരാത്തവരാണ്. സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. പല സ്കൂൾ ക്ലാസ്സുകളിൽ ചെന്നിട്ട് എന്താ മക്കളെ നിസ്കരിച്ചോ, വെറുതെ ജസ്റ്റ് നിസ്കരിച്ചോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആ സമയം നിസ്കരിച്ചില്ല, ബെന്തി പള്ളി പോകാരുന്തി പെർമിഷൻ ഇല്ല എന്ന് പറയുന്നു. അടുത്തറിയുന്ന ചില രക്ഷിതാക്കളുടെ മക്കൾക്കടക്കം പെർമിഷൻ ഇല്ല. എന്തേ? അത്ര മതി നമ്മുടെ മക്കളുടെ കാര്യം, അത്ര മതി നമുക്ക്. ഓല് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഓല് ദീനില്ലെങ്കിലും കുഴപ്പമില്ല, ഓർക്ക് വേണ്ടതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കുക. ഒട്ടുമിക്ക രക്ഷിതാക്കളും, ഞാൻ പറയട്ടെ, ഒരു വലിയ ശതമാനം രക്ഷിതാക്കൾ പെർമിഷൻ വാങ്ങാൻ വേണ്ടി സ്കൂളിലേക്ക് വന്നിട്ട്, പെർമിഷൻ വാങ്ങാൻ സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ കുട്ടി നിസ്കരിക്കണില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിസ്കരിക്കണില്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പള്ളിയിൽ പോയി നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും. നിസ്കരിക്കണില്ല പ്രിയപ്പെട്ടവരെ. പെൺകുട്ടികൾ നിസ്കരിക്കുന്നില്ല, ആൺകുട്ടികൾ നിസ്കരിക്കുന്നില്ല. അപ്പൊ എന്താ? ലോഹർ നിസ്കാരം ഒരു കുട്ടി നിസ്കരിക്കുന്നില്ല. അസറാകുമ്പോഴേക്കും ആ കുട്ടി മരിച്ചാൽ മുസ്ലിം അല്ലാതെ മരിക്കേണ്ടി വരും. എന്തുകൊണ്ടാ? മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ. സൗകര്യമില്ലാത്ത സ്ഥലമല്ല. പള്ളിയിൽ പോകാനും ഭക്ഷണം കഴിക്കാനും സമയമുണ്ട്. അപ്പൊ എന്താ? രക്ഷിതാക്കൾക്ക് അതിലൊന്നും കാര്യം. രക്ഷിതാക്കൾ എന്താ? ഓൽക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചോര നീര് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഓൽ ഇബാദത്തിന്റെ കാര്യത്തിൽ എന്താ ചെയ്യിക്കോട്ടെ. ആ ഒരു മറ്റുള്ള സമീപനം എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ സ്വീകരിക്കുന്നുവെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾ വലിപ്പത്തിൽ നിസ്കരിക്കൂല. ചെറുപ്പങ്ങളിൽ ശീലിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ മക്കളെ 7 വയസ്സായാൽ നമസ്കരിക്കാൻ ആവശ്യപ്പെടണം. 10 നമസ്കരിക്കുന്നില്ലേ, അടി കൊടുക്കണമെന്ന് പറഞ്ഞ ഒരേ ഒരു വിഷയം നിസ്കാരം. 5 നേരം നിസ്കാരം കുഞ്ഞു പ്രായത്തിലെ കുട്ടികൾ തുടങ്ങിയാൽ ആ കുട്ടി വലുപ്പത്തിൽ നിസ്കരിക്കുന്നവരായി മാറും. ഇല്ലേ, 10ാം ക്ലാസ് വരെയും 11, 12 കഴിഞ്ഞവർ നിസ്കരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ മുതുക് വളയില്ല. 12, 13 ആണ് സമയത്ത്, അല്ലെങ്കിൽ 12, 13, 13 ക്ലാസ്സിലൊക്കെ ആകുമ്പോ പാപ്പ കണ്ണുരുട്ടി പേടിപ്പിച്ച് അങ്ങോട്ട് കരനോട് പേടിപ്പിക്കും. സുബഹിക്ക് വിളിച്ചാൽ ചിലപ്പോ ഒരു നോട്ടാക്കാരും, പിന്നെ വാപ്പ പിന്നെ ആ വഴിക്ക് പോകില്ല. എത്ര രക്ഷിതാക്കളുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ.
ഇന്നലെ രക്ഷിതാവ് ഇന്ന് മിഞ്ഞാന്ന് രക്ഷിതമായി സംസാരിച്ചപ്പോ മൂത്ത 2 മക്കൾ എന്റെ വീട്ടിലുണ്ട്, നിസ്കരിക്കുന്നില്ല. വേദനയോടെ കണ്ണിൽ വെള്ളം നിറച്ചു രക്ഷിതാവ് പറയും നിസ്കരിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മയ്യത്ത് നിങ്ങൾ നിസ്കരിക്കരുത്, 2 പേരും 5 നേരം നിസ്കരിക്കാത്തൊരു നിസ്കാരം പോലും നിങ്ങളില്ലാത്തവർ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് നിസ്കരിക്കരുതെന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേദനയോടുകൂടി രക്ഷിതാവ് പറയുന്നുവെങ്കിൽ നിസ്കാരം പ്രധാനമാണ് പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി 5 നേരം നിസ്കാരം. മുസ്ലിമാണോ എന്ന് വേർതിരിക്കുന്നതിന് അടയാളം 5 നേരം നിസ്കാരം. ഭൂരിപക്ഷ ആളുകൾ നിസ്കരിക്കുന്നില്ല, സങ്കടകരമാണ്. ഒരു മഗ്‌രിബിന് പള്ളിയിൽ വന്നതോടുകൂടി നിസ്കാരക്കാരനാകൂല, ഒരു സുബഹിക്ക് പള്ളിയിൽ വന്നതോടെ എല്ലാ വക്തും കൃത്യമായി നിസ്കരിക്കും. സമയബന്ധിതമായി നിർവഹിക്കും. ഞാൻ പറയുന്നത് എന്താണെന്നോ, ഈ സംസാരം കേൾക്കണ കുട്ടിമകളും വലിയോരും വാപ്പാരും ഉമ്മാരൊക്കെ ആലോചിച്ചോളി, നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ നിസ്കാരം ഉണ്ടോ? ഉള്ളുവിളിയോടുകൂടി 5 നേരം നമസ്കരിക്കുന്നവരാണെങ്കിൽ 99.4% നമ്മൾ ക്ലിയറായി പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹ് എന്നെ നേരെ ചൊവ്വയെ വഴിയിലാക്കണേ എന്ന് വിശ്വാസികളെ വൃത്തി വരുത്തി, ദേഹശുദ്ധി വരുത്തി ഒരടിയൻ റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥനയോടുകൂടി പറയുന്നുവെങ്കിൽ പിന്നെ അടിയൻ നന്മയുടെ വഴിയിൽ നിന്ന് വ്യതിചരിച്ചു പോകൂല. പടച്ചോനോ അനുഗ്രഹിക്കും, അള്ളാഹു അനുഗ്രഹിക്കും, അള്ളാഹിന്റെ തൗഫീഖ് അവനുണ്ടാകും. അതുകൊണ്ട് 5 നേരം നിസ്കാരത്തിന്റെ കാര്യം കൃത്യമായി ശ്രദ്ധിച്ചോ. ഒരു ഉദുറും നിസ്കാരത്തിനില്ല. നിസ്കാരത്തിന് എന്ത് ഉദറാണുള്ളത്? ആശുപത്രിയിൽ അഡ്മിറ്റാണ് രോഗി, ആ രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നിസ്കാരമില്ല, രോഗിക്കും നിസ്കാരമില്ല. നമ്മളിങ്ങനെ രോഗി അഡ്മിറ്റാണ്, പ്രിയപ്പെട്ടവരെ, ആ കുട്ടി, ആ രോഗിക്ക് ബോധമുണ്ടോ, ഓർമ്മയുണ്ടോ, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നുണ്ട്, ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ രോഗിയോട് നിസ്കരിക്കാൻ പറയണം. അവിടെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. കൂടെ നിൽക്കണോ നിസ്കരിക്കണം. ആ സമയത്തിലെ കല്യാണമാണ് വീട്ടിൽ നിസ്കാരമില്ല, കല്യാണമാണോ വീട്ടിൽ നിസ്കാരമില്ല, ചെക്കന് നിസ്കാരമില്ല, പെണ്ണ് നിസ്കാരമില്ല. പെണ്ണെങ്ങനെ നിസ്കരിക്കുക? ആകപ്പാടെ എന്തൊക്കെയോ വാരിപ്പൊത്തിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാ പെണ്ണ് നിസ്കാരം? എങ്ങനെ അന്നത്തെ ദിവസം ഹൈറായി തീരും പ്രിയപ്പെട്ടവരെ? എങ്ങനെ അന്നത്തെ ദിവസം ഒരു പെണ്ണിനെ അണിയിച്ചൊരുക്കി എന്തൊക്കെ വാരിത്തേരിച്ചൊരു പ്രത്യേക ബിംബമായി നിർത്തുമ്പോ ആ പെണ്ണിന് ലോഹറുണ്ടോ, ആ പെണ്ണിന് അസറുണ്ടോ? പ്രിയപ്പെട്ടവരെ, താലോലിച്ചോമനിച്ച് വളർത്തി നമ്മുടെ പൊന്നുമക്കളെ കുഫറിലേക്ക് ആരാ കൊണ്ട് നടക്കുന്നത്? നമ്മളെ പൈസ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ട്. ഞാൻ പറഞ്ഞെന്താണെന്നോ, 5 നേരം നിസ്കരിക്കാത്തവൻ ഇസ്ലാം അംഗീകരിക്കില്ല. നരകത്തിൽ പോകുന്നവരാരാ? മാ സലക്കക്കും ഫീ സക്കർ, എന്തേ നീ സക്കറിൽ കരയാൻ കാരണം എന്ന് ചോദിക്കുമ്പോ, സക്കർ എന്ന് പറഞ്ഞ നരകത്തിന്റെ തലയോട്ടിയെ കരിച്ചു കളയുന്ന തീജ്വാലയുടെ പേരാ സക്കർ. നരകത്തിൽ ഇങ്ങനെ അഴിലുണ്ട്, നരകത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടുമ്പോ മലക്കൾ ചോദിക്കുക, എന്തേ സക്കറിൽ പോകാൻ കാരണം? കാലൂലം നക്കുമിനസ് മുസല്ലീൻ, നിസ്കരിച്ചിരുന്നില്ല എന്നാ പറയുന്നത്. നിസ്കരിച്ചിരുന്നില്ല. ലം നക്കുമഅൽ മുസല്ലീൻ, മുസ്ലിം നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. എന്താ പ്രിയപ്പെട്ടവരെ, നിസ്കരിക്കാത്തവരില്ല, നിസ്കാരം കൃത്യമായുള്ളവർ ചുരുക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോളില്ല. അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട ദാസൻ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നു. റസൂലുള്ളാഹിക്ക് രാത്രി നിസ്കാരം ഫറളാണ്, നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅക്കദായ സുന്നത്താണ്. അതുകൊണ്ട് 5 നേരം നിസ്കരിക്കുന്നവരാണ് ഈ സംസാരം കേൾക്കുന്നവരെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സുഹൃത്തുക്കളെ രാത്രി നിസ്കരിക്കണം. രാത്രി എന്ന് പറഞ്ഞ വിശ്വാസിക്ക് സന്തോഷം, മനസ്സിന് ആശ്വാസം. വൈകുന്നേരം ഉണ്ടാകുക കാരണം വിശ്വാസികളെ നമ്മുടെ മനസ്സിന് കുളിർമയാണ്. എന്നാലോ അധർമ്മകാരികൾക്കും അനാവശ്യം ചെയ്യുന്നവർക്ക് രാത്രി ഉണ്ടാകണം. ഇരുട്ടിന്റെ മറവിലോലെ എല്ലാ തമ്മാടിത്തും തോന്നിവാസം ചെയ്യണം. വിശ്വാസിക്ക് രാത്രിയാകാമെന്നോ വല്ലാത്തൊരു അനുഗ്രഹം. എന്തേ? സുഖസുന്ദരമായി ഒന്ന് കിടന്നുറങ്ങാം, തന്റെ ക്ഷീണം മാറ്റാം, ശാന്തമായൊരു അന്തരീക്ഷം. രാത്രിയെ പറ്റി ഖുർആൻ പറഞ്ഞ ആയത്തുകളൊന്നും ജസ്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്ക്. എത്ര ഹൃദ്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്തെ നിയന്ത്രിക്കുന്ന പരിപാലിക്കുന്ന പടച്ചുറപ്പിന്റെ കുതിരത്തല്ലേ രാത്രി. അള്ളയെന്നും രാത്രിയെ രാത്രിയായി നിലനിർത്തിയാൽ ആരുണ്ടോ നിനക്ക് പകലിനെ കൊണ്ടുവന്നു തരാൻ? ഖസ്സൂറയിൽ അള്ളാഹ് ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ ഇലാ യൗമിൽ ഖിയാമ. വല്ലാത്തൊരു പ്രസക്തമായ ചോദ്യമാണ്. റഹ്മാനായ റബ്ബ് രാത്രിയെ എന്നെന്നും രാത്രിയായി നിലനിർത്തിയാൽ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ, ആരുണ്ടോ നിനക്ക് വെളിച്ചം കൊണ്ടുവന്നു തരാൻ? അഫലാ തസ്മഊൻ. തൊട്ടടുത്തായിട്ട് അല്ലാഹു പറയുന്നു, ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പകലിനെ പടച്ചോൻ എന്നും പകലായി നിലനിർത്തിയാൽ ആരുണ്ടോ നിനക്ക് ശാന്തമായി കിടന്നുറങ്ങാൻ പറ്റുന്ന രാത്രിയെ കൊണ്ടുവന്നു തരാൻ? അല്ലാത്തൊരായ ഇങ്ങോട്ട് ആയത്തിന്റെ ബാക്കി ഓമിർ റഹ്മത്തിഹി. ഇതൊക്കെ മാറി മാറി വരുന്നത്, രാവ് പകലായി പകൽ രാത്രിയായി മാറി വരുന്നത് ഒമിർ റഹ്മത്തിഹി, അല്ലാഹുവിന്റെ കാരുണ്യമാണ്. ജഅലക്കുമുൽ ലൈല വന്നഹാർ,
രാവും പകലും നിനക്ക് ഒരുക്കി തരുന്നു എന്നത് പടച്ചുറപ്പിന്റെ തൗഫീഖാണ്, റബ്ബിന്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, രാവും പകലും മാറി മാറി വരുന്നതിൽ കേരള ഗവൺമെന്റ് വല്ല പങ്കുണ്ടോ? ഇന്ത്യ ഗവൺമെന്റ് വല്ല പങ്കുണ്ടോ? ലോകം വറകൊള്ളിപ്പിക്കുന്ന പല ആളുകളുണ്ടല്ലോ, പലരും. അവർക്കാർക്കെങ്കിലും പങ്കുണ്ടോ പ്രിയപ്പെട്ടവരെ? അതൊക്കെ റഹ്മാനായ റബ്ബിന്റെ തൗഫീഖാണ്. അവനാണ് രാപ്പകലുകളെ കൈകാര്യം ചെയ്യുന്നവൻ പടച്ചറബാണ്. അത് റഹ്മാനായ റബ്ബിന്റെ തഖ്ദീറാണ്. അതിലൊന്നും ഒരാൾക്കും ഒരു പങ്ക് റബ്ബ് നൽകിയിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തേ, രാത്രി കിടന്നുറങ്ങി ഇശാക്ക് ശേഷം കിടന്നുറങ്ങിയാൽ ക്ഷീണം മാറിയാൽ അവൻ ഉണർന്നെണീക്കണം. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 5 നേരം നിസ്കരിക്കുന്നവരെ രാത്രി നിസ്കരിക്കണം. പടച്ചറബിന്റെ മുന്നിൽ പ്രാർത്ഥനകളിൽ മുഴുകണം. എല്ലാവരും സുഖമായി കിടന്നുറങ്ങുമ്പോ ഒരു അടിയൻ ഉണർന്നെണീറ്റ് റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥനകളിൽ നിൽക്കുന്നുവെങ്കിൽ ആ അടിയനെ പടച്ചറബിന് ഇഷ്ടമാണ്. ആ അടിയന്റെ സങ്കടം കേൾക്കാൻ ഒരുക്കമാണ്. ആ അടിയൻ എന്ത് റബ്ബിനോട് പറഞ്ഞാലും എന്നോട് ചോദിച്ചോ ഞാൻ കൊടുക്കുമെന്ന് പറയുന്ന അനർഘ നിമിഷമാണ്. സ്വർഗം ലഭിക്കുന്നവരെ പറ്റി പറയുന്നിടത്തൊക്കെയും അവരാരാവുൽ ഹും യസ്തഗ്ഫിറൂൻ ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഉയൂൻ. മുത്തഖീങ്ങൾ തണലുകളിലാണ്, അരുവികളിലാണ്. ആഖിദീന മാ ആതാഹും റബ്ബുഹും. അല്ലാഹു അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കും. അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ അവർ കൈനീട്ടി സ്വീകരിക്കും. അവരാരാ? ഇന്നഹും കാനൂ ഖബല ദാലിക മുഹ്സിനീൻ. ഒരാളുടെ കയ്യടി ലഭിക്കണമെന്ന് ആഗ്രഹിക്കാതെ, ഒരാളിൽ നല്ല വാക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ അള്ളാന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തവരാണ് അവർ. വീണ്ടും അല്ലാഹു പറയുന്നു, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങൂ. വിശ്വാസികളെ, കുറച്ചേ ഉറങ്ങൂ. സ്വർഗം കിട്ടിയവരൊക്കെ, സ്വർഗം കിട്ടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞവരൊക്കെ കുറച്ചുറങ്ങിയവരാണ്. എന്നാൽ എന്റെ സംസാരം കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ധാരാളം ഉറങ്ങിക്കോ പ്രിയപ്പെട്ടവരെ. അല്ലാതെ നമ്മൾ ഒരുക്കമല്ല. ഒരല്പസമയമെങ്കിലും നിസ്കരിക്കാൻ എണീക്കണം. സുഖസുന്ദരമായി ഉറക്കം തന്ന് ക്ഷീണം മാറ്റിയ പടച്ചറബ് നമ്മെ വിളിക്കും. നമ്മൾ ഉണരണം. സുബഹിയുടെ 1/4 മണിക്കൂർ ഉണർന്നെണീറ്റ് സുഹൃത്തെ പ്രാർത്ഥനകളിൽ മുഴുകണം. എന്തൊക്കെ പറയാനുണ്ട്. രോഗമുള്ളവരില്ലേ ഈ കൂട്ടത്തിൽ? സാമ്പത്തിക പരാധീനതയുള്ളവരുടെ ഈ കൂട്ടത്തിൽ, എന്തൊക്കെ വിഷമങ്ങളുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ആരോടും പറയേണ്ട പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങൾ പലരോടും ഷെയർ ചെയ്യാറുണ്ട്. അവർ കേൾക്കുമെന്നല്ലാതെ ചെറിയൊരു സോഫ്റ്റ് കോർണർ അവിടെ നിന്ന് കിട്ടിയേക്കാം. എന്നാൽ സുഹൃത്തെ, നമ്മുടെ മനസ്സറിയുന്ന, നമ്മെ ആരേക്കാൾ സ്നേഹിക്കുന്ന റബ്ബേ, എന്റെ പാപങ്ങൾ പൊറുത്തുതാ. എനിക്ക് മഗ്ഫിറത്ത് കൊണ്ടല്ല, എനിക്ക് റിസ്ക് കൊണ്ടല്ല, എനിക്ക് ആഫിയത്ത് കൊണ്ടല്ല, എനിക്ക് ആയുസ് കൊണ്ടല്ല. അല്ലാ, എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ വേദനയിലാണ്. അനുസരണമില്ലാത്ത മക്കൾ, തട്ടിക്കയറുന്ന മക്കൾ, നിസ്കരിക്കാൻ പറയുന്ന സമയത്ത് നിസ്കരിക്കാത്ത മക്കൾ. അല്ലാഹ്, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ. പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാ? നിശാന്ത്യ സമയങ്ങൾ റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരാണ്. സ്വർഗം കിട്ടുന്നവരെ പറ്റി ഒക്കെ എങ്ങനെയാ പറഞ്ഞു? ആൽ-ഇംറാൻ സൂറ അറിയില്ലേ നമുക്ക്? ഖുൽ അഉനബ്ബിയുക്കും ബിഖൈരിൻ മിൻ ദാലികും ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം. ആയത്തിന്റെ മുമ്പത്തെ വചനം എന്താണെന്നോ? ദുനിയാവിന്റെ പിറകിൽ സഞ്ചരിക്കുന്നവർ, പെണ്ണുങ്ങളുടെ പിറകിൽ സഞ്ചരിക്കുന്നവർ, മക്കളുടെ പിറകിൽ സഞ്ചരിക്കുന്നവർ, സമ്പത്തിന്റെ പിറകിൽ സഞ്ചരിക്കുന്നവർ. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖദ്ദറ മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ. പെണ്ണുങ്ങളുടെ കാര്യം അല്ലാഹ് പറയുന്നു. അല്ലാഹനെ മറന്ന് നിന്റെ കുട്ടികളുടെ കൂടെ, നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ സഹോദരിമാരുടെ കൂടെ അല്ലേ പെണ്ണുങ്ങൾ മനുഷ്യർക്ക് അല്ലാഹു ഇഷ്ടമുള്ള വസ്തുക്കളാക്കി വെച്ചിരിക്കുന്ന റബ്ബിന്റെ തൗഫീഖാണത്. അല്ലാഹു ഈ ലോകത്ത് സൃഷ്ടിച്ചൊരു അനുഗ്രഹീത വർഗമാണ് സഹോദരിമാർ. എന്നാലോ അത് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്താൻ കാരണമായി കൂടാ. അല്ലാഹു പറയാ ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാഇ വൽ ബനീന എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ അതിന്റെ പിറകിൽ സഞ്ചരിച്ചു സുഹൃത്തേ, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തല്ല. അതിലേറെ ഉത്തമമായി നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം. മുത്തഖീങ്ങൾക്ക് അല്ലാഹു ഒരുക്കിയതെന്താ? പരിശുദ്ധകളായ ഇണകൾ അവിടെയുണ്ട്. റിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. സകലമായ റബ്ബിന്റെ അനുഗ്രഹം നിനക്ക് അവിടെ കിട്ടി. സ്വർഗീയാരാമത്തിൽ സുഖസുന്ദരമായി നിനക്ക് മുന്നോട്ട് പോകാം. എന്നിട്ട് അല്ലാഹു പറയാം, ആരാണവർ? 5 ഗുണങ്ങളുള്ളവരാണ്. ശ്രദ്ധിച്ചോ? അസ്വാബിരീന والصادقين والقانتين والمنفقين والمستغفرين بالأسحار. ഓരോരോ ഖുത്ബയിലും വിശദീകരിക്കേണ്ട ആയത്ത്.
അവർ ക്ഷമിക്കുന്നവരാണവർ. വസ്സാബിരീന, സ്വർഗം ലഭിക്കുന്നവർ ക്ഷമാലുക്കളാണ്. വസ്സാബിരീന വസ്സാദിഖീന, സത്യസന്ധന്മാരാണവർ, സിദ്ഖുള്ളവരാണവർ. വൽഖാനിതീന, ഭയഭക്തിയുള്ളവരാണ്, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണ്, രഹസ്യ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരാണവർ. വൽഖാനിതീന വൽമുൻഫിഖീന, റബ്ബ് നൽകിയ സ്വത്ത് പിശുക്കില്ലാതെ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ, നിർത്തിയില്ല. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വിശാന്ത്യ സമയങ്ങൾ പ്രാർത്ഥനകളിൽ മുഴുകുന്നവർ. അള്ളാഹു അനുഗ്രഹത്തിന്റെ സ്വർഗം ലഭിക്കുന്നവരെ പറ്റി പറഞ്ഞിടത്ത് ഞാൻ ഓതി കേൾപ്പിച്ചല്ലേ റഹ്മാൻ സൂറയിൽ. വല്ലദീന, ഒരു കൂട്ടർ, യബീതൂന ലിറബ്ബിഹിം, തങ്ങളുടെ രക്ഷിതാവിന്റെ മുന്നിൽ അവർ രാത്രിയിൽ കഴിച്ചുകൂട്ടും. സുജ്ജദൻ വഖിയാമാ, സുജൂദിലാണവർ, റുക്കൂഇലാണവർ. വിശ്വാസികളെ, ആ അടിയന് എത്രമാത്രം ഇഷ്ടമാണ് പടച്ച റബ്ബിന്. ഈ ഇരിക്കണ എനിക്കും നിങ്ങൾക്കും ആ മഹാഭാഗ്യം ലഭിക്കുന്നുണ്ടോ? ഈ സംസാരം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠാനുജ സഹോദര സഹോദരിമാരോട് പറയട്ടെ, രാത്രി നിസ്കാരം തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഖുത്ബയോടുകൂടി നിങ്ങൾ തീരുമാനിച്ചോ, 5 മണിക്കാണ് ബാങ്കെങ്കിൽ സുഹൃത്തെ ഒരു 4:15 എണീറ്റോ, ഒരു 4:30 എണീറ്റോ. നിങ്ങൾക്ക് പറ്റുന്ന നമസ്കരിച്ചോ. 11 വരെയാവാം. 2 നിസ്കരിച്ച് 3 വിത്തറാക്കിക്കോ, 5 ആവാം. സുഹൃത്തെ 4 നിസ്കരിച്ച് 3 വിത്തറാക്കിക്കോ, 7 ആവാം. 9 ആകാം, 11 ആകാം. ഭാര്യ നമസ്കരിക്കുന്നു, ഒരു മുസല്ല വിരിച്ച്. ഭർത്താവ് നിസ്കരിക്കുന്നു, മറ്റൊരു മുസല്ല വിരിച്ച്. റമളാനിൽ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ആ റമളാനിൽ എല്ലാ കർമ്മങ്ങൾക്കും കൂടുതൽ പ്രതിഫലം ഓഫർ ചെയ്തത് കൊണ്ടാണ്. അല്ലാത്ത ദിവസം ഭാര്യ എണീക്കുന്നു, നിസ്കരിക്കുന്നു, തൊട്ടടുത്ത മുസല്ല വിരിച്ച് ഭർത്താവ് നമസ്കരിക്കുന്നു. ആ അടിയങ്ങൾ പടച്ച റബ്ബിന് എന്തിഷ്ടമാണെന്നോ. റഹ്മാനായ റബ്ബ് ആ മലക്കുകളോട് ആളുകളുടെ കാര്യത്തിൽ പറയും, അല്ലാഹ് നിന്നെ കൂടുതൽ ഓർക്കുന്ന 2 ആളുകളുടെ കൂട്ടത്തിൽ ഈ 2 സഹോദരനെയും ഈ സഹോദരിയെയും റെക്കോർഡ് ചെയ്യാൻ ഓർഡർ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ആ മഹാഭാഗ്യം ലഭിച്ചവർ എത്ര ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്? ഇന്ന് ആ മഹാഭാഗ്യം ലഭിച്ച എത്ര ആളുകളുണ്ട്? എണീക്കണം പ്രിയപ്പെട്ടവരെ, അത് ഉറക്കം നഷ്ടപ്പെടൂല. രാത്രി നിസ്കരിക്കുക, എണീറ്റവന്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഓജസ്സും തേജസ്സും ഉണ്ടാകും. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്. അല്ലാത്തവൻ അല്ലേ ഉറക്കം കൊട്ടൂല, ഉറക്കം പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഉണർന്നെണീക്കാത്തവന്റെ മുഖത്ത് നോക്കിയ ഉറക്കച്ചടവുണ്ടാകും. അവന്റെ മുഖത്തൊരു സീമാവും, അവന്റെ മുഖത്തൊരു കാന്തി ഉണ്ടാകും, ഒരു ഐശ്വര്യം ഉണ്ടാകും. സുഹൃത്തെ, അവർക്കാണ് റഹ്മാനായ റബ്ബ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ സുബഹിക്ക് പള്ളിയിൽ പോയപ്പോ ഓതിക്കേട്ടില്ലേ ഒരു വചനം, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ ബിമാ റസഖനാഹും യൻഫിഖൂൻ. ഇങ്ങനെ അറിയാതെ ഇങ്ങനെ സ്പ്രിംഗ് ആക്ഷൻ പോലെ ഇങ്ങനെ എണീക്കും. അലാറം വെച്ചോളി, സ്പ്രിംഗ് ആക്ഷൻ ഒന്നും ഉണ്ടാവൂല. അപൂർവ ആളുകൾക്ക് ആ മഹാഭാഗ്യം. അലാറം വെച്ചോ അല്ലേ, കയ്യെത്തുന്നോർത്ത് വെക്കും വേണ്ട, തലപ്പക്കുമാത്ത് വെക്കും വേണ്ട. ഒരു 2-3-4 കുറച്ച് അപ്പുറത്തോട് പോയി ഇങ്ങനെ ശല്യപ്പെടുത്തുമ്പോൾ നീച്ചോളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചു, രാത്രി നിസ്കരിക്കും ഇബാദുർ റഹ്മാന്റെ ഒരു ഗുണമാണെന്ന് സൂചിപ്പിച്ചത് അവൻ രാത്രി നിസ്കരിക്കുന്നവനാണ്. റമളാൻ മാസം കഴിഞ്ഞാൽ നിസ്കാരമില്ലാത്തവരാ ഭൂരിഭാഗമാണ്. അത് നമ്മൾ തുടങ്ങണം. നിങ്ങളെ വിഷമങ്ങൾ, നിങ്ങളെ പെറ്റീഷൻ പടച്ചവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയ സമയം. എന്ത് പറഞ്ഞാലും കേൾക്കും, ഉത്തരം തരും, അർഹതപ്പെട്ടാണ് കിട്ടും. ഇല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്കെങ്കിലും റഹ്മാനായ പ്രതിഫലം നൽകും. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രിയപ്പെട്ട ദാസന്മാരെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസു ഉസീകും വഇയ്യായ സാഹിബി ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നും പോലെ വിശ്വാസികളെ, അള്ളാഹിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ പെടണം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചോളൂ, അല്ലെങ്കിൽ കാര്യം വിഷമാണ്. എപ്പോഴാണ് ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകേണ്ടി വരില്ല എന്ന് അറിയില്ല. അതുകൊണ്ടാണ് പ്രശ്നമാകുന്നത്. അത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ വന്നിരുന്ന ബഹുമാന സഹോദരങ്ങൾ നമ്മോട് യാത്രയായി, അവർ ഖബറിൽ പോയി. അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ, അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. വിശ്വാസികളെ, ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെടുത്തണം. മഹാനായ റസൂലുള്ളാഹി പറയാൻ, ഈ നമസ്കാരത്തിന്റെ മഹത്വത്തെ പറ്റി റസൂൽ പറയാ, അഫ്ശുസ്സലാം. റസൂൽ 2-3-5 കാര്യങ്ങൾ വിശ്വാസികളോട് പറയുന്നത്, സലാം പ്രചരിപ്പിച്ചോളി, സലാം പറഞ്ഞോളി. സലാം വലിയൊരു പുണ്യമുള്ളൊരു കാര്യം. ഒരു നല്ല മനുഷ്യന്മാരിൽ നിന്നൊരു 10 സലാം ഒരു ദിവസം കിട്ടിയ അന്നത്തെ ദിവസം ധന്യമായി പ്രിയപ്പെട്ടത്. നബിയിൽ നിന്നൊരു 10 സലാം കിട്ടാൻ സഹാബത്ത് ആഗ്രഹിച്ചിരുന്നു.
ചില ആളുകൾക്ക് സലാം പറയാൻ മടിയാണ്. മഹാനായ പ്രവാചകൻ ഒരു 10 സലാം കിട്ടാൻ കാരണം എന്താ? ഇതിലെങ്ങനെ പോയിട്ട് സലാം പാട്ട് പിന്നെ അയിലങ്ങ് വന്നിട്ട് സലാം പറയും റസൂലുള്ളാഹി. മഹാനായ പ്രവാചകൻ സ്വഹാബത്ത് അങ്ങനെ അല്ലെ, ഒന്ന് ഇതിലെ വന്നിട്ട് സലാം പറയും, ഒന്ന് അപ്പുറത്ത് പോയി സലാം പറയും. നബിയിൽ നിന്ന് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കിട്ടിയാൽ എന്താ? അള്ളാന്റെ രക്ഷ അനുഗ്രഹം ഒക്കെ കണക്ക് ഉണ്ടാകട്ടെ എന്ന് ഹബീബായ പ്രവാചകനിൽ നിന്ന് കിട്ടാറുണ്ട്. വല്ലാത്തൊരു സൗഭാഗ്യമാണ്. വിശ്വാസികളെ നമ്മുടെ ഒരു ബാധ്യതയാണ് ഇനി സലാം പറയാറുള്ളത്. സ്വർഗം കിട്ടുന്നവരുടെ ഒരു മഹനീയ ഗുണം വിശദീകരിച്ചെടുത്ത് അവർ സലാം പറയുന്നവരാണ്. അതുകൊണ്ട് റസൂൽ പറയാം, അഫ്സുസ്സലാം, മനുഷ്യരെ സലാം പ്രചരിപ്പിച്ചോളി അല്ലേ, എല്ലാവരോടും അല്ലേ, ചെറിയവർ വലിയവർ വ്യത്യാസമില്ലാതെ ഇതിന്റെ മര്യാദകൾ പ്രവാചകൻ ഇനി പഠിപ്പിച്ചു വിശദീകരിക്കേണ്ടതില്ല. വിശ്വാസികളെ ഒന്ന് റസൂൽ പറയാം, സലാം പറയാം. ഫുഡ് നൽകൽ, സ്വർഗം കിട്ടാനുള്ള വലിയൊരു പണിയാണ് ഫുഡ് നൽകൽ. വിശന്നവൻ ആരാ നോക്കണം, ഒരു നേരം ഭക്ഷണം നൽകൽ വലിയ പുണ്യമുള്ള കാര്യം, വലിയ പ്രതിഫലമുള്ള കാര്യം. വിശക്കുന്നവന്റെ വിശപ്പ് മനസ്സിലാക്കി ഒരു നേരം ഫുഡ് കൊടുക്കുക വലിയ പുണ്യമുള്ള കാര്യം. ഒരു ജാതി മതം പോലും നോക്കേണ്ട ആവശ്യമില്ല. അത്വഇമുത്താം വിശദീകരിക്കേണ്ടല്ലോ. വീണ്ടും പ്രവാചകൻ തിരുമേനി പറയുന്നു, വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ നിങ്ങൾ ചേർത്തണം, പവിത്രമാണ് ആ ബന്ധം. രക്തബന്ധങ്ങൾ കുടുംബബന്ധങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകണം. രാത്രി നിസ്കരിക്കണം. വന്നാസുനിയാം, എല്ലാരും സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോ ഉണർന്നെണീറ്റുകൊണ്ട് രാത്രി നിസ്കരിക്കണം. എന്നാൽ റസൂൽ പറയുന്നു, തദ്ഖുൽ ജന്നത്ത് ബിസ്സലാം, സമാധാനത്തോടെ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റും. അല്ലാഹു റസൂലിന്റെ അവസാനം തദ്ഖുലുൽ ജന്നത്ത് അല്ലെ, ആ ഹദീസ് കേൾക്കുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത റാഹത്ത്. ഇതിലേതല്ലാത്തതെന്ന് ഓരോരുത്തരും ആലോചിക്കും, ഇതിലേതല്ലാതെന്ന് ഓരോരുത്തരും ആലോചിക്കും. സലാം പറയുന്നുണ്ട്, അത്വഇമുത്താമുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കണം, കുടുംബം ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാരും കിടന്നുറങ്ങുമ്പോ യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ് ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീലാ. ഇതേ സൂറത്ത് മുദ്ദസ്സിറിന്റെ മൂടിപ്പുതച്ചുറക്കുന്ന നബിയെ ഉണർന്നെണീറ്റ് ദഅവത്ത് ഇറങ്ങി. അതിന് ശക്തി പകരുന്ന ഒന്നാണ് രാത്രി നിസ്കാരം. രാത്രി നിസ്കരിച്ച് പ്രാർത്ഥിച്ച ഒരു കൂവത്ത് കിട്ടും, ഒരു ഇന്ധനാണ്. വണ്ടിയിൽ എണ്ണ കഴിഞ്ഞാൽ തൊട്ടടുത്ത പമ്പ് നോക്കൂലേ, വണ്ടിയാണ് മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ധനം വേണമെന്നതുപോലെ. അതുകൊണ്ട് സഹാബത്ത് യുദ്ധക്കളത്തിൽ പോകും, രാത്രി ഒലിക്ക് ഇന്ധനം എന്താ? പ്രാർത്ഥനയാണ്. ഒരു ശത്രുക്കള് ഒരു യുദ്ധരംഗം വിട്ട് ഓടി മുസ്ലിം സഹോദരങ്ങളുടെ ടെന്റുകൾ പരിശോധിക്കാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. പോലെ രഹസ്യ സംസാരങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി വരുമ്പോ ഇവര് പ്രാർത്ഥിക്കണേണ്. അല്ലാഹുമ്മ, എന്താ പ്രാർത്ഥിക്കണമെന്ന് പറച്ചോനെ, ഇന്നലെ ഞങ്ങൾ ഈ പരാജയപ്പെട്ടു, ഇന്നും ഞങ്ങൾ പരാജയപ്പെട്ടു, നാളെ പരാജയപ്പെട്ടല്ലേ പോലും ഇങ്ങനെ ആലോചിച്ചു. എന്താ 2 ദിവസം ഓൽക്ക വിജയം ഉണ്ടായിരുന്നു ശത്രുക്കൾക്കാണ്. അപ്പൊ 2 ദിവസം ഞങ്ങൾക്ക് തോൽവി ഉണ്ടായി, 3-ാം ദിവസം ഞങ്ങൾ തോൽപ്പിക്കില്ല. അപ്പൊ എന്താ അതിന്റെ മാന? 2 ദിവസം യുദ്ധക്കളത്തിൽ പോയിട്ട് ഷഹീദാകാതെ തിരിച്ചു പോന്നു, 3-ാം ദിവസം ഷഹീദാകാതെ തിരിച്ചു പോരേണ്ട അവസ്ഥ തരരുത്. ഇത് കേട്ടിട്ട് ശത്രുക്കള് അവരെ പാളയത്തിൽ പോയി പറഞ്ഞു, ഇതിറ്റാളോട് യുദ്ധം ചെയ്താൽ നിൽക്കൂല, പോലെ യുദ്ധരംഗം വിട്ടൂടാ. പോലെ ഇന്ധനമാണ് പ്രിയപ്പെട്ടവരെ ആ പ്രാർത്ഥന. എല്ലാരും ഉറങ്ങുമ്പോ ഉണർന്നെണീറ്റുകൊണ്ടവൻ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥനയ്ക്ക് സ്വീകാര്യത കൂടുതലാണ്. തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ നമുക്ക് സമാധാനത്തോടെ പോകാൻ പറ്റുമെന്നാണ്. അല്ലാഹുമ്മേ അവന്റെ ഇഷ്ടപ്പെട്ട അടിയങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ മഹനീയ ഗുണങ്ങളൊക്കെ ഒത്തിണങ്ങിയവരെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈയിടെയായി മരണപ്പെട്ട നമ്മുടെ ബഹുമാന്യ സഹോദരങ്ങൾ സലാക്കും കുഞ്ഞാലിയാക്കും, അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിൽ മരണപ്പെട്ട നമ്മുടെ ബഹുമാന്യ സഹോദരൻ ആലക്കൽ ആ കുട്ടി, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ കുഞ്ഞാപ്പ, അതുപോലെ നമ്മുടെ മഹല്ലുകളിലൊക്കെ മരണപ്പെട്ടവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവിടെ എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മയും അവരെയും അവരെയും ചേർക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം ഈ കൂട്ടത്തിലുണ്ട്. വ്യത്യസ്ത രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫായിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മക്കളില്ലാത്തവർ ഈ സദസ്സിലുണ്ട്, സന്താന സൗഭാഗ്യം ലഭിക്കാത്തവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല ആകാശലോകത്തിന്റെ അധിപൻ, രാപ്പകലുകളെ കൈകാര്യം ചെയ്യുന്ന റബ്ബ് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ എത്രയും പെട്ടെന്ന് നൽകുമാറാകട്ടെ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹജാത്. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا الحمد لله.